आत्मदर्शन स्वयं का दर्शन, आत्मदर्शन स्वयं का दर्शन, आत्म ज्योति जगा ले, बुझी हुई जगा कर ज्योति, स्वराज्य फिर पाले। आत्मदर्शन स्वयं का दर्शन। आत्मा राजा कर्म इंद्रियों का, प्रजाए इंद्रिया सारी। राजा अगर स्वराज पे बैठा, सुख संपत्ति हो भारी। स्वराज की रक्षा कर तू, स्वराज की रक्षा कर तू, स्वयं का पहरा लगा ले। आत्मदर्शन स्वयं का दर्शन। तू रथी रथ तन यह तेरा, आगे मन रूपी घोड़ा। पकड़ बुद्धि की लगाम हाथ में, संस्कारों वश दौड़ा। भूला राही अपने पथ को, भूला राही अपने पथ को, स्वदर्शन से पाले। आत्मदर्शन स्वयं का दर्शन, आत्मदर्शन स्वयं का दर्शन, आत्म ज्योति जगा ले, बुझी हुई जगा कर ज्योति, स्वराज फिर पाले। आत्मदर्शन स्वयं का दर्शन, आत्मदर्शन स्वयं का दर्शन। ഓം ശാന്തി. ജഗദീഷ് ഭായിജിയുടെ ജ്ഞാനസുധ എന്നുള്ള പുസ്തകത്തിൽ നിന്നും തിരഞ്ഞെടുത്ത ക്ലാസ്സുകളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇന്നത്തെ ക്ലാസ് ഇതാണ്: ഈശ്വരീയ വിദ്യയും എല്ലാ പ്രകാരത്തിലുള്ള വികാസം. ബാബാ ने ज्ञान को कितने नाम दिए हैं. ബാബ ജ്ഞാനത്തിന് വളരെയധികം പേരുകൾ, ടൈറ്റിൽസ് നൽകിയിട്ടുണ്ട്. ബാബ പറയാറുണ്ട്, ജ്ഞാനം പ്രകാശമാണ്, ജ്ഞാനം രത്നമാണ്, ജ്ഞാനം മൃതസഞ്ജീവനിയാണ്, ജ്ഞാനം ഗദയാണ്, ജ്ഞാനം അമൃതാണ്, ജ്ഞാനം ഗംഗയാണ്. ജ്ഞാനമില്ലാതെ ഗതിയില്ല, ജ്ഞാനമില്ലാതെ സദ്ഗതിയില്ല. ഇങ്ങനെ അനേകം പേരുകൾ ജ്ഞാനത്തിന് നൽകിയിട്ടുണ്ട്. ജ്ഞാനപ്രകാശം, ജ്ഞാനരത്നം, ജ്ഞാനമൃതസഞ്ജീവനി, ജ്ഞാനം ഗതയാണ്, ജ്ഞാനാമൃതമാണ്, ജ്ഞാനം ഗംഗയാണ്. ജ്ഞാനമില്ലാതെ ഗതിയില്ല, ജ്ഞാനമില്ലാതെ സദ്ഗതിയുമില്ല. പരമാത്മാവിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ജ്ഞാനപൂർണം.
ജ്ഞാനസാഗരം. ജ്ഞാനം പരമാത്മാവിന്റെ ആദ്യത്തെ ഗുണമാണ്. നമുക്ക് ബാബ ടൈറ്റിൽ നൽകുന്നു, നിങ്ങൾ മാസ്റ്റർ നോളജ്ഫുൾ ആണ്, മാസ്റ്റർ ത്രികാലദർശിയാണ്. ബാബ ഇതും പറയുന്നു, ജ്ഞാനി ആത്മാവ് തന്നെയാണ് എനിക്ക് പ്രിയം. ജ്ഞാനി ആത്മാവിന്റെ, ധാരണാമൂർത്ത് ആത്മാവിന്റെ എത്രയോ മഹിമയാണ് ബാബ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ജ്ഞാനത്തിന് വളരെയധികം മഹിമയുമുണ്ട്, മഹത്വവുമുണ്ട്. എന്നാൽ ചിലർ ജ്ഞാനം കേട്ടിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ, ജ്ഞാനം കേട്ടു, മുരളി കേട്ടു എന്ന് അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ധാരണ ചെയ്തില്ല, സേവനം ചെയ്തില്ല, യോഗാഭ്യാസം ചെയ്യുന്നില്ല എങ്കിൽ എന്താ ഉണ്ടാകുന്നത്? പലരും പേരിന് മാത്രമായിട്ട്, നാമമാത്രം, നേമിനാഥ്, മുരളി കേൾക്കുന്നുണ്ടോന്ന് ചോദിച്ചാൽ കേൾക്കുന്നുണ്ട്, സെന്ററിൽ പോകുന്നുണ്ടോന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്. അപ്പൊ പേരിന് മാത്രം ദിവസവും ക്ലാസ്സിൽ വരുന്നു, മുരളി കേൾക്കുന്നു, മുരളി കഴിയുമ്പോൾ ഉടനെ തന്നെ തീർന്നു, പിന്നെ ചെരുപ്പിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോകുന്നു. അവർ മുരളി ശ്രവിക്കുന്നുണ്ട്, മുരളിയുടെ പോയിന്റ്സ് നോട്ട് ചെയ്തെടുക്കുന്നുണ്ട്, എന്നാൽ ധാരണ, സേവനം, അതുപോലെ തന്നെ യോഗത്തിന്റെ അഭ്യാസം ചെയ്യുന്നില്ല. ജ്ഞാനത്തിന്റെ ഏതെങ്കിലും പോയിന്റ് ചോദിക്കുകയാണെങ്കിൽ അവർ ഉടനെ തന്നെ പറയും. ബുദ്ധി വളരെ തീവ്രമാണ്, ബുദ്ധി വളരെ ഷാർപ്പാണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. പക്ഷെ യോഗം ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജ്ഞാനത്തിന്റെ പോയിന്റ്സ് ഒക്കെ വളരെ പെട്ടെന്ന് അവരുടെ ബുദ്ധിയിൽ ഉണ്ടായിരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് പറയും. പക്ഷെ യോഗത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും, എന്റെ യോഗം ശരിയാവുന്നില്ല, എനിക്ക് യോഗം ശരിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഹൽക്ക സൽക്ക യോഗ ഹെ, വളരെ ലൈറ്റ് ആയിട്ട് എനിക്ക് അത്ര പവർഫുൾ യോഗമൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വികർമ്മങ്ങളെ ഭസ്മമാക്കുന്ന ശക്തിയുടെ അനുഭവം ചെയ്യുന്ന യോഗം അത് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ചിലർ ഇങ്ങനെയുണ്ട്, ധാരണ ചെയ്യുന്നുണ്ട്, പക്ഷെ സേവനത്തിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങുന്നില്ല. അതായത് ഒരു കൂട്ടര് മുരളി ദിവസവും കേൾക്കുന്നുണ്ട്, മുരളി നോട്ട്സ് ഒക്കെ എഴുതുന്നുണ്ട്, ജ്ഞാനത്തിന്റെ ഏത് പോയിന്റ് ചോദിച്ചാലും ഫട്ടാഫട്ട് ഉത്തരം നൽകും, പക്ഷെ യോഗം ചെയ്യുന്നില്ല, യോഗം പവർഫുൾ ആകുന്നില്ല. ഇനി ചില കൂട്ടര് ധാരണ ചെയ്യുന്നുണ്ട്, പക്ഷെ സേവനത്തിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പരീക്ഷകളും വരില്ല. സേവനത്തിന്റെ ഫീൽഡിൽ ഇറങ്ങിയാലല്ലേ ടെസ്റ്റ് പേപ്പേഴ്സ് വരുള്ളൂ. പരീക്ഷ പാസ്സാകുകയില്ല. പരീക്ഷ എഴുതിയാലല്ലേ പാസ്സായി എന്ന് പറയാൻ പറ്റുള്ളൂ. പരീക്ഷ നൽകും, എന്നാലേ പാസ്സാകുകയുള്ളൂ, എന്നാലല്ലേ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാൽ ഇപ്പോ ഉദാഹരണത്തിന് 8ൽ നിന്ന് 9ലേക്ക് ക്ലാസ് കയറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതണം. പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കയറ്റം കിട്ടുന്നു. അപ്പോ പിന്നീട് അങ്ങനെയുള്ളവരെ പതുക്കെ ജ്ഞാനത്തിൽ വരുന്നതും വിടുന്നു. ജതീഷ് ഭായ് പറയാണ്, നമുക്ക് ധാരണ ചെയ്യുന്നുണ്ടാകും, പക്ഷെ അവർ സേവനത്തിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങുന്നില്ല. അപ്പൊ സേവനം എന്ന് പറയുന്നതാണ്, സേവനത്തിന്റെ ഫീൽഡിലേക്ക് ഇറങ്ങിയാല് നമ്മൾ ടെസ്റ്റ് പേപ്പർ, പരീക്ഷ നൽകുന്നതിന്, എക്സാം എഴുതുന്നതിന് ഇറങ്ങി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഇറങ്ങിയാലല്ലേ പാസ്സാകുള്ളൂ, പാസ്സായാലല്ലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, ക്ലാസ് കയറ്റം കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ, സേവനം ചെയ്യാത്തവര് പിന്നീട് പതുക്കെ ജ്ഞാനത്തിൽ വരുന്നത് വിടുന്നു, ഉപേക്ഷിക്കുന്നു, നിർത്തുന്നു. അതുകൊണ്ട് ജ്ഞാനത്തോടൊപ്പം യോഗം, ധാരണ, സേവനം, ഇത് മൂന്നും വളരെ ആവശ്യമാണ്. അർത്ഥം, ഇതിന്റെ സന്തുലനം, ബാലൻസ് വളരെയധികം ആവശ്യമാണ്. ജ്ഞാനം വളരെ മഹത്വപൂർണമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ ജ്ഞാനത്തിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി
ഈ മറ്റു 3 വിഷയങ്ങളുടെ ബാലൻസും വളരെയധികം അത്യാവശ്യമാണ്. മറ്റു 3 വിഷയങ്ങളാണ് യോഗം, ധാരണ, സേവനം. ഇനി അടുത്ത പോയിന്റ് ഇതാണ്, ജ്ഞാനത്തിന് വേണ്ടി യോഗയ്ക്ക് ആവശ്യകത, യോഗത്തിന്റെ ആവശ്യം എന്താണ്? ഇനി ജ്ഞാനമുണ്ട്, പക്ഷെ ജ്ഞാനം മാത്രം പോരാ, യോഗവും കൂടി വേണം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ജ്ഞാനത്തിന് വേണ്ടി യോഗത്തിന്റെ ആവശ്യകത എന്താണ്? ബുദ്ധി യോഗയുക്തമായാൽ മാത്രമേ ജ്ഞാനത്തിന്റെ ധാരണ ഉണ്ടാകുകയുള്ളൂ. നമ്മുടെ ബുദ്ധി യോഗയുക്തമാണെങ്കിൽ മാത്രമേ കേൾക്കുന്ന ജ്ഞാനത്തിന്റെ ധാരണ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ മുരളി ക്ലാസ്സിൽ തുടങ്ങുന്നതിന് മുൻപായിട്ട് എന്താ നിയമമുള്ളത്? മുരളി ക്ലാസ്സിന് മുൻപായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ജ്ഞാനത്തിന്റെ പീരീഡിന് മുൻപായി തന്നെ യോഗത്തിന്റെ പീരീഡ് ഉണ്ട്. ജ്ഞാനം കേൾക്കുന്നതിന് മുൻപായിട്ട് യോഗം ചെയ്യുമ്പോൾ ബുദ്ധി വളരെ ക്ലിയർ ആകുന്നു. ഏതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു വസ്തു ഇടണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ പാത്രം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കുന്നു. യോഗവും ഈ രീതിയിലുള്ള ജോലിയാണ് ചെയ്യുന്നത്. ഒരു വസ്തു ഒരു പാത്രത്തിലേക്ക് ഇടുന്നെങ്കിൽ ആ പാത്രം ആദ്യം കഴുകി വൃത്തിയാക്കും. അതുപോലെ നമ്മുടെ ബുദ്ധിയാകുന്ന പാത്രത്തിലേക്ക് ജ്ഞാനം എന്നുള്ള വസ്തു ഇടുന്നതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം? യോഗത്തിൽ കൂടി ബുദ്ധിയാകുന്ന പാത്രത്തെ ശുദ്ധമാക്കണം. യോഗം ഈ ശുദ്ധീകരിക്കുന്നതിന്റെ കാര്യം ചെയ്യുന്നു. ജ്ഞാനത്തിന്റെ അനുഭൂതിക്ക് വേണ്ടി യോഗത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ നോക്കൂ, ആദ്യം പറഞ്ഞത് ജ്ഞാനത്തിന്റെ ധാരണ വരണമെന്നുണ്ടെങ്കിൽ യോഗയുക്തമായിരിക്കണം. യോഗത്തിലൂടെയാണ് ബുദ്ധി ക്ലീൻ ആൻഡ് ക്ലിയർ ആകുന്നത്. യോഗത്തിന്റെ ആവശ്യമുണ്ട് ജ്ഞാനം അനുഭവം ചെയ്യുന്നതിന് വേണ്ടി. ഇതുപോലെ ഞാൻ ആത്മാവാണ്, ജ്യോതിർബിന്ദുവാണ്, ഇത് ജ്ഞാനമാണ്. ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവ് ജ്യോതി ബിന്ദുവാണ്, ഇത് ജ്ഞാനമാണ്. ഇതിന്റെ അനുഭൂതി നമുക്ക് എപ്പോഴും ഉണ്ടാവുള്ളൂ? യോഗ അഭ്യാസത്തിൽ കൂടിയാണ് ഉണ്ടാകുന്നത്. നമ്മൾ യോഗത്തിന്റെ അഭ്യാസം ചെയ്തില്ല, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുക മാത്രമേ ചെയ്തുള്ളൂ എങ്കിൽ ആ ജ്ഞാനം കേവലം മനസ്സിലാക്കുന്നത് വരെ ആണ് ഉള്ളത്. മനസ്സിലാക്കിയോ? മനസ്സിലാക്കി, പക്ഷെ അതിന്റെ അനുഭവം ഉണ്ടായിട്ടില്ല. ജ്ഞാനത്തിന്റെ അനുഭവം നമുക്ക് യോഗത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് അതിനൊരു ഉദാഹരണം ജ്യോതിഷ്ഭായി പറയാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവ് ജ്യോതിർബിന്ദുവാണ്. ഇതിന്റെ അനുഭവം നമുക്ക് യോഗത്തിൽ കൂടിയല്ലേ ഉണ്ടാകുന്നത്, മറ്റേത് ജ്ഞാനമാണ്. അനുഭവത്തിലൂടെ വ്യക്തി ജ്ഞാനത്തിൽ പരിപക്വമാകുന്നു. അനുഭവം യോഗത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. യോഗത്തിൽ അനുഭവം ഉണ്ടാകുന്നുവെങ്കിൽ ജ്ഞാനത്തിന്റെ ഫൗണ്ടേഷൻ, ജ്ഞാനത്തിന്റെ വേര് വളരെ സ്ട്രോങ് ആയിരിക്കും. യോഗത്തിൽ അനുഭവം ഉണ്ടാകുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ജ്ഞാനത്തിന്റെ വേര്, ജ്ഞാനത്തിന്റെ ഫൗണ്ടേഷൻ വളരെ ശക്തമാകുന്നു. ജ്ഞാനത്തിൽ ശക്തിയും ജ്ഞാനത്തിൽ സ്ട്രെങ്തും വരണമെന്നുണ്ടായെങ്കിൽ, ജ്ഞാനത്തിൽ ഉറച്ച നിശ്ചയം വരണമെന്നുണ്ടായെങ്കിൽ, ജ്ഞാനമാർഗത്തിൽ വരുന്ന വിഘ്നങ്ങളെ മറികടക്കണം എന്നുണ്ടായെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്നതിന്റെ എല്ലാം അനുഭവം ചെയ്തിട്ടുണ്ടാകണം, അനുഭൂതി ഉണ്ടായിട്ടുണ്ടാകണം. അതായത് നമ്മൾ അനുഭവം, യോഗത്തിന്റെ അനുഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ, അനുഭൂതികൾ നമുക്കുണ്ടായിട്ടുണ്ട് എങ്കിൽ ജ്ഞാനത്തില് ശക്തി, സ്ട്രെങ്ത് വരും. ജ്ഞാനത്തില് ഉറച്ച നിശ്ചയം, ഈ മുന്നോട്ട് പോകുന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഘ്നങ്ങളെ മറികടക്കാൻ സാധിക്കുന്നു. അനുഭव तथा अनुभूति तभी करेंगे जब हमारा योग होगा. യോഗം ചെയ്താലല്ലേ അനുഭവങ്ങളും അനുഭൂതിയും ചെയ്യാൻ പറ്റുള്ളൂ. വാസ്തവത്തില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ജ്ഞാനം തന്നെ യോഗ അഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ബാബ എപ്പോഴും പറയുന്നത് എന്താ? ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു.
രാജയോഗത്തിനുള്ള യോഗം ചെയ്യാനുള്ള ജ്ഞാനമാണ് ബാബ നൽകിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? യോഗത്തിന് വേണ്ടിയിട്ടുള്ള ജ്ഞാനമാണ്. ഞാൻ ആത്മാവാണ്. ഇതെന്തിനാ മനസ്സിലാക്കി തരുന്നത്? കേവലം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണോ? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, മറിച്ച് ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. അതിലൂടെ നമ്മുടെ ദൃഷ്ടികോൺ, നമ്മൾ ഓരോന്നിനെയും കാണുന്ന രീതി, നമ്മുടെ പെർസെപ്ഷൻ, വീക്ഷണഗതി, നമ്മുടെ മനോഭാവനകൾ ആത്മീയമായി തീരുന്നു. ഞാൻ ആത്മാവാണ് എന്നുള്ള ജ്ഞാനം വെറുതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല, അതിനുവേണ്ടി മാത്രമല്ല, മറിച്ച് ആത്മാവാണെന്നുള്ള ജ്ഞാനം നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതിലൂടെ നമ്മുടെ ഓരോന്നിനെയും എടുക്കുന്ന രീതി, നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നു, മനോഭാവനകൾ മാറുന്നു, ആത്മീയമായി തീരുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകളും മനോഭാവനകളും ആത്മീയമാകണമെന്നുണ്ടെങ്കിൽ യോഗത്തിന്റെ അഭ്യാസം നമ്മൾ ചെയ്യണം. ബാബ ആദ്യം തന്നെ എഴുതാൻ ആരംഭിച്ചു. ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ്, യശോദ ആത്മാവാണ്. ഇതിന്റെ അഭ്യാസം ചെയ്യും. ഇതിനെയാണ് യോഗത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. യോഗത്തിന്റെ സ്ഥിതിയിലൂടെ തന്നെയാണ് അനുഭവം ഉണ്ടാകുന്നത്. ആത്മാവ് പരംധാമത്തിൽ നിന്ന് വന്നു, ആത്മാവ് പരംധാം നിവാസിയാണ്, ശിവബാബയുടെ സ്വരൂപം ഇതാണ്, ബാബയും പരംധാമത്തിലാണ് വസിക്കുന്നത്. ഇതെല്ലാം പറയേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ഇതിന്റെ ലക്ഷ്യം എന്താണ്? തൻ്റെ മനസ്സിനെ അവിടേക്ക് ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എവിടേക്കാണോ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകേണ്ടത്, യോഗം ചെയ്യേണ്ടത്, കണക്ട് ചെയ്യേണ്ടത്, അതിന്റെ എല്ലാ ജ്ഞാനവും ആദ്യം ബാബ നമുക്ക് നൽകും. ആത്മാവ് എന്താണ്, പരമാത്മാവ് എന്താണ്, പരംധാമം എന്താണ്, ഇതെല്ലാം ജ്ഞാനം ആദ്യം ബാബ നൽകി. ഇതോടൊപ്പം തന്നെ നമുക്ക് യോഗവും ചെയ്യണം. ജ്ഞാനം നമുക്ക് ലഭിക്കുന്നു, അപ്പൊ അതോടൊപ്പം തന്നെ നമ്മൾ യോഗം ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയാലല്ലേ അനുഭൂതി ഉണ്ടാവുള്ളൂ. ആ പരമാത്മാവിന്റെ പരിചയമേ ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ യോഗം വെക്കും? ജ്ഞാനം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, പരമാത്മാവ് എന്താണ്, ജ്ഞാനം എന്താണ് എന്നുള്ളതിന്റെ ഉത്തരാണ് പരമാത്മാവ് എന്താണ്, പരമാത്മാവ് എങ്ങനെയാണ്, എവിടെയാണ്, ബാബയുടെ ഗുണങ്ങൾ എന്തെല്ലാമാണ്. ഈ കാര്യങ്ങളുടെ പരിചയത്തെ ജ്ഞാനം എന്ന് പറയുന്നു. പരമാത്മാവിന്റെ പരിചയം എന്തിനു വേണ്ടിയാണ് നൽകുന്നത്? യോഗം വെക്കുന്നതിന് വേണ്ടിയാണ്. ഇത് ജ്ഞാനത്തിന് വേണ്ടി, ഈ ജ്ഞാനം നമുക്ക് യോഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. യോഗത്തിൽ എന്താ ചെയ്യുന്നത്? സ്വസ്മൃതിയിലിരിക്കുന്നു, പരമാത്മാവിന്റെ സ്മൃതിയിലിരിക്കുന്നു, സ്ഥിതിയിലിരിക്കുന്നു. സ്മൃതിയിലൂടെ സ്ഥിതിയെ പ്രാപ്തമാക്കുന്നു. യോഗത്തിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സ്വസ്മൃതിയിലിരിക്കുന്നു, ആത്മാവാണെന്നുള്ള സ്മൃതിയിലേക്ക് വരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പരമാത്മാവിന്റെ സ്മൃതിയിലിരിക്കുന്നു. അപ്പൊ ആ സ്മൃതിയിലൂടെ സ്ഥിതി ഓട്ടോമാറ്റിക്കലി വരും. സ്മൃതിയിലൂടെയാണ് സ്ഥിതി പ്രാപ്തമാക്കാൻ കഴിയുന്നത്. അശരീരി, ബിന്ദുരൂപം, ബീജരൂപം, കർമാതീത സ്ഥിതി പ്രാപ്തമാക്കുക തന്നെയാണ് യോഗം. ശാന്തിയുടെ സ്റ്റേജ്, ശാന്തിയുടെ സ്ഥിതി, ആ ഉയർന്ന സ്ഥിതി, ശാന്തിയുടെ സ്ഥിതിയുടെ പരമാത്മാവിനോടൊപ്പമുള്ള എന്തനുഭവമാണോ നമ്മൾ ചെയ്യുന്നത്, അത് തന്നെയാണ് യോഗം. ജ്ഞാനത്തിന്റെ മഹത്വം എപ്പോഴാണ് വരുന്നത്? ജ്ഞാനത്തിന്റെ ഉപയോഗം യോഗത്തിൽ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് അതിന് മഹത്വം വരുന്നത്. ജ്ഞാനത്തിന് എപ്പോഴാണ് മഹത്വം വരുന്നത്? ജ്ഞാനം നമ്മൾ യോഗം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ജ്ഞാനത്തിന്റെ മഹത്വം വരുന്നത്. ജ്ഞാനം ബുദ്ധിയിൽ വരെ നിലനിൽക്കുന്നുള്ളൂ, ചർച്ചയിൽ മാത്രം നിന്നു പോകുകയാണ് എങ്കിൽ, എന്നാൽ
ഞാൻ ബുദ്ധിയിലേക്ക് ഗ്രഹിച്ചു, അല്ലെങ്കിൽ ജ്ഞാനത്തെക്കുറിച്ച് ഞാൻ ചർച്ചയും ചെയ്യുന്നുണ്ട്, ബസ് അത്ര വരെ ഉള്ളൂ എങ്കിൽ അത് കേവലം ഇൻഫർമേഷൻ ആണ്, ജാൻകാരി. കുറെ കാര്യങ്ങള്, വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു വെച്ചു, പ്രാക്ടിക്കൽ ആക്കിയില്ല. ജ്ഞാനം എടുക്കുന്നതിന്റെ നേട്ടം എന്താ ഉണ്ടായത്? പിന്നെ ഏതൊരു വിഷയവും എടുക്കുന്നത്, ലൗകികത്തിൽ പോലും നമ്മൾ ഏതൊരു വിഷയം എടുക്കുന്നത്, സബ്ജക്ട് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അധ്യയനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് വിഷയത്തെയാണോ നമ്മൾ എടുക്കുന്നത്, സ്കൂളില് അല്ലെങ്കിൽ കോളേജില്, അത് ഒരു ലക്ഷ്യം പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടാണ്. കോളേജിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇന്ന സബ്ജക്ട് ചൂസ് ചെയ്യില്ലേ? ചിലരിപ്പം BSc തന്നെ പല പല രീതിയിലുള്ളതുണ്ട്, ബോട്ടണിയോ അല്ലെങ്കിൽ സുവോളജിയോ, ചിലര് വേറെ പല സബ്ജക്റ്റില് BEd ഇതിലാണെങ്കിൽ കെമിസ്ട്രിയോ ഫിസിക്സോ, അങ്ങനെ പല സബ്ജക്ട് ചൂസ് ചെയ്യുന്നു. ചിലർ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്നു, ചിലർ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. എന്തിനാണ്? എഞ്ചിനീയറിംഗിൽ തന്നെ പല ഇതുണ്ട്. അപ്പൊ അതെന്തിനാണ്? ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കിത് അറിയില്ല, നമ്മൾ ഈ വിഷയം പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് അറിയില്ല എങ്കിൽ പിന്നെ ആ ജ്ഞാനം കൊണ്ട് ഒരർത്ഥവുമില്ലല്ലോ. സാധാരണ ലൗകിക പഠിത്തത്തിൽ പോലും നമ്മൾ ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കുന്നത്, ഒരു വിഷയം തിരഞ്ഞെടുക്കുന്നത് അത് പഠിച്ച് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെ? സയൻസ് സബ്ജക്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പഠിച്ച് എനിക്ക് ഇന്ന ലക്ഷ്യത്തിലേക്ക് എത്തണം. അതേപോലെ ഇവിടെ നമ്മൾ ഇത് എന്തിനാ പഠിക്കുന്നത്? ജ്ഞാനം എന്നുള്ള വിഷയം എന്തിനു പഠിക്കുന്നു? അത് നമുക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ പിന്നെ ജ്ഞാനം കൊണ്ട് എന്തർത്ഥം? നമ്മൾ ജ്ഞാനം പഠിക്കുന്നത് തന്നെ യോഗത്തിന് വേണ്ടിയാണ്. ജ്ഞാനം മനസ്സിലാക്കുന്നതിന്റെ, ഈശ്വരീയ ജ്ഞാനം എടുക്കുന്നതിന്റെ മുഖ്യ ഉദ്ദേശം തന്നെ ഇതാണ്. അതിന്റെ അനുഭവം ചെയ്യണം, അതിന്റെ അനുഭൂതി ചെയ്യണം, ആ ഒരു സ്ഥിതി പ്രാപ്തമാക്കണം. ജ്ഞാനം കേട്ടു യോഗം ചെയ്തില്ല എങ്കിൽ അതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല. ജ്ഞാനത്തിന്റെ പ്രാക്ടിക്കൽ സ്വരൂപമാണ് യോഗവും ധാരണയും. ജ്ഞാനത്തിന്റെ പ്രാക്ടിക്കൽ സ്വരൂപമാണ് യോഗം, ധാരണ. ബാബ പറഞ്ഞു ജ്ഞാനം വാളാണ്, യോഗം പരിചയാണ്. ബാബ എപ്പോഴും പറയാറുണ്ട് അല്ലെ, ജ്ഞാനം വാളാണെങ്കിൽ യോഗം പരിച, തടുത്തു നിർത്താൻ വേണ്ടിയിട്ടുള്ളത് പരിചയാണ്. യോഗം നമ്മളെ മായയുടെ പ്രഹരത്തിൽ നിന്നും, പ്രഹരം എന്ന് വെച്ചാൽ അടി, മായയുടെ പ്രഹരത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. ജ്ഞാനം നമ്മളെ മായയോട് യുദ്ധം ചെയ്യുവാൻ പഠിപ്പിക്കുന്നു. നോക്കൂ, ജ്ഞാനം വാളാണ്, യോഗം പരിചയാണ്. ജ്ഞാനം മായയോട് യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കുന്നു. അപ്പൊ മായയിൽ നിന്നുള്ള പ്രഹരം, അതിൽ നിന്നും രക്ഷപ്പെടാൻ എന്ത് വേണം? യോഗത്തിന്റെ പരിചയം വേണം. കാരണം നമ്മൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങും. ജ്ഞാനം അതിന് വേണ്ടിയിട്ടാണല്ലോ. ജ്ഞാനമാകുന്ന വാൾ വെറുതെ വെച്ചാൽ പോരല്ലോ, ഉപയോഗിക്കണ്ടേ. അതുകൊണ്ട് എത്രമാത്രം ജ്ഞാനം മുഖ്യമാണോ അത്രയും തന്നെ യോഗവും മുഖ്യമാണ്. ഏതുപോലെ ജ്ഞാനത്തിന് വേണ്ടി യോഗം ആവശ്യമാണ്, അതുപോലെ യോഗത്തിന് വേണ്ടി ജ്ഞാനവും ആവശ്യമാണ്. ജ്ഞാനം ബുദ്ധിയിൽ ധാരണയാവണമെന്നുണ്ടെങ്കിൽ അനുഭവങ്ങൾ, ജ്ഞാനത്തിന്റെ അനുഭവം വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? യോഗം ചെയ്യണം. അതുപോലെ ഇനി തിരിച്ചുമാണ്, യോഗത്തിന് വേണ്ടി ജ്ഞാനവും ആവശ്യമാണ്. അതെങ്ങനെയാണ്? നമ്മൾ എന്ത് ഭോജനമാണോ കഴിക്കുന്നത് ആ ഭോജനം രസം ആയി രക്തത്തോടൊപ്പം ചേർന്ന് അത് ഡൈജസ്റ്റ് ആകും. ഡൈജസ്റ്റ് ആയിട്ട് അത് രക്തത്തിലേക്ക് അലിഞ്ഞു ചേരുന്നു, എന്നിട്ട് ശക്തി രൂപം ധരിക്കുന്നു. നമ്മൾ കഴിക്കുന്ന ആഹാരം രക്തത്തിലേക്ക് അലിഞ്ഞു ചേർന്നാൽ മാത്രമല്ല പിന്നീട് അത് നമ്മുടെ
ശരീരത്തിന്റെ ആരോഗ്യമായിട്ട് വരുള്ളൂ, ശരീരത്തിന് ശക്തമാവുള്ളൂ. അതേപോലെ യോഗത്തിന്റെ ശക്തി രൂപം ധാരണ ചെയ്യുന്നതിന് വേണ്ടി, അഗ്നിയുടെ രൂപം ധാരണ ചെയ്യുന്നതിന് വേണ്ടി ജ്ഞാനം ആവശ്യമാണ്. നോക്കൂ, ഇപ്പൊ ഭക്ഷണം കഴിച്ചാലല്ലേ അത് പിന്നെ ഡൈജസ്റ്റ് ആയി രക്തത്തിലേക്ക് അലിഞ്ഞ് ചേർന്ന് ശക്തിയായിട്ട് മാറുള്ളൂ, ശരീരത്തിന്റെ ശക്തിയായിട്ട് മാറുള്ളൂ. അതേപോലെ യോഗം നമുക്ക് ചെയ്യണമെന്നുണ്ട് എങ്കിൽ ജ്ഞാനം വേണം. ജ്ഞാനമാകുന്ന ഭക്ഷണം കഴിച്ചാലല്ലേ പിന്നെ ബാക്കി പ്രോസസ്സ് നടക്കുള്ളൂ, ശക്തിയുടെ രൂപം ധരിക്കുള്ളൂ. ഞാൻ ആത്മാവാണ്, ഞാൻ ജ്യോതി സ്വരൂപമാണ്, പരമാത്മാവും ജ്യോതി സ്വരൂപമാണ്, പരമാത്മാവ് സർവശക്തിവാനാണ്. ഈ ജ്ഞാനം രസമായി യോഗത്തോടൊപ്പം ചേരുമ്പോൾ ആത്മാവ് ശക്തിയുടെയും ഗുണങ്ങളുടെയും അനുഭവം ചെയ്യുവാൻ തുടങ്ങും. അതുകൊണ്ട് യോഗത്തിന് വേണ്ടി ജ്ഞാനം ആവശ്യമാണ്, ജ്ഞാനത്തിന് വേണ്ടി യോഗം ആവശ്യമാണ്. കാരണം ജ്ഞാനം തന്നെയാണ് യോഗ സാധന. ജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ യോഗ സാധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ജ്ഞാനവും യോഗവുമായിട്ടുള്ള കണക്ഷൻ. ഇനി ജ്ഞാനവും ധാരണയുമായിട്ടുള്ള ബന്ധം എന്താണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അപ്പം ഇന്ന് ജ്ഞാനം എന്നുള്ള വിഷയത്തെയാണ് എടുത്തിരിക്കുന്നത്. ജ്ഞാനം നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ സ്പഷ്ടമാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? യോഗം ചെയ്യണം. പിന്നെ ജ്ഞാനം നമുക്ക് ലഭിച്ചിരിക്കുന്നതിന് യോഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ കാരണം യോഗത്തിൽ കൂടിയാണ് നമുക്ക് അനുഭവം ഉണ്ടാകുന്നത്, അനുഭൂതി ഉണ്ടാകുന്നത്. ജ്ഞാനത്തിന്റെ ആത്മാവാണ്, ഇത് പരമാത്മാവാണ്, അത് ബ്രഹ്മലോകമാണ്, ഈ എല്ലാ ജ്ഞാനവും നമുക്ക് കിട്ടി. പക്ഷെ അതിന്റെ അനുഭവം നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ജ്ഞാനത്തെ അനുഭവം ചെയ്യണം. അപ്പോഴേ നമുക്ക് അനുഭൂതി ഉണ്ടാകും. ഇതാണ് ജ്ഞാനവും യോഗവുമായിട്ടുള്ള ബന്ധം. ഇനി ജ്ഞാനവും ധാരണയുമായിട്ടുള്ള ബന്ധം എന്താണ്, അതുപോലെ തന്നെ ജ്ഞാനവും സേവനവുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ അടുത്ത ക്ലാസ്സിൽ ഇനി വരുന്നുണ്ട്. ഓം ശാന്തി. ഓം ശാന്തി. ഞാൻ മസ്തക സിംഹാസനത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന അതിദിവ്യമായ നക്ഷത്രമാണ്.
ഞാൻ മഹാനാത്മാവാണ്. കോടിയിലും ചിലരിലും ചില ഭാഗ്യവാനാത്മാവാകുന്നു ഞാൻ. മാസ്റ്റർ സർവശക്തിവാനാണ് ഞാൻ. ഞാൻ ആത്മാ വിഘ്നവിനാശകനാണ്. ശിവശക്തിയാണ്. ക്ഷേത്രങ്ങളിൽ എൻ്റെ പൂജയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഭക്തരുടെ ഇഷ്ടദേവനാണ്, ഇഷ്ടദേവിയാണ്. ഞാൻ ആത്മാവ് വിജയരത്നമാണ്. സമ്പൂർണ്ണ പ്രകൃതിയുടെയും അധികാരിയാണ് ഞാൻ. ഞാൻ പവിത്രതയുടെ ദേവിയാണ്. ജ്ഞാനസൂര്യനാണ്. പൂർവജനാണ്. സ്വയം ബാപ്ദാദ എനിക്ക് നൽകിയിരിക്കുന്ന ഈ സമ്മാനങ്ങൾ ഞാൻ എൻ്റേതാണെന്നുള്ള അനുഭവം ചെയ്യുന്നു. ഇപ്പോൾ സൂക്ഷ്മവതനത്തിൽ ബാപ്ദാദയെ ഞാൻ കാണുകയാണ്. തൻ്റെ ധാമത്തെ ഉപേക്ഷിച്ച് ബാപ്ദാദ രണ്ടുപേരും താഴേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ തൊട്ടു മുന്നിൽ നിന്ന് എനിക്ക് ദൃഷ്ടി നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബയിൽ നിന്ന് വരുന്ന അതിശക്തമായ കറന്റ് ലൈറ്റ് മൈറ്റ് എന്നെ തീർത്തും മഹാനാത്മാവാക്കി മാറ്റുന്നു. ബാബ തൻ്റെ ഹസ്തങ്ങൾ എൻ്റെ ശിരസ്സിൽ വയ്ക്കുകയാണ്. അളവറ്റ പ്രകാശകിരണങ്ങൾ ബാബയുടെ ഹസ്തങ്ങളിലൂടെ എൻ്റെ ഉള്ളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭഗവാന്റെ കണ്ണിലെ വിശേഷ ആത്മാവാണ്. തൻ്റെ ശക്തികളെല്ലാം തന്നെ ബാബ ഇപ്പോൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അനുഭവം ചെയ്യൂ. ബാബയിൽ നിന്ന് വരുന്ന ശക്തികളെ. ഞാനിപ്പോൾ മാസ്റ്റർ സർവശക്തിവാനായി മാറിയിരിക്കുന്നു. ഞാൻ ശക്തിശാലി ആത്മാവാണ്. ശക്തി സ്വരൂപമാണ്. ബാബയിൽ നിന്ന് വരുന്ന കറന്റ് എന്നിൽ നിറയ്ക്കുന്ന പ്രകാശം എൻ്റെ സ്ഥൂല ശരീരത്തെ അപ്രത്യക്ഷമാക്കുന്നു.
ഞാനിപ്പോൾ എൻ്റെ പ്രകാശ ശരീരത്തിനുള്ളിലാണ്. ബാപ് ദാദാ എൻ്റെ കൈ പിടിച്ച് എന്നെ വതനത്തിലേക്ക് കൊണ്ടുപോകുന്നു. സെക്കൻഡിൽ ഞാൻ ബാപ് ദാദയോടൊപ്പം വെളുത്ത പ്രകാശം നിറഞ്ഞ സൂക്ഷ്മവതനത്തിലെത്തിയിരിക്കുന്നു. ഞാൻ ഫരിസ്തയാണ്. ഞാൻ ഫരിസ്ത, ലൈറ്റ് ഹൗസ്, മൈറ്റ് ഹൗസ് ആകുന്നു. ബാപ് ദാദയുടെ ശക്തികൾ, പ്രകാശം എന്നെ ലൈറ്റ് ഹൗസ്, മൈറ്റ് ഹൗസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. എൻ്റെ ഓരോ അംഗങ്ങളിലൂടെയും പ്രകാശകിരണങ്ങൾ 4 ഭാഗത്തേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. സ്വയം വളരെ പവർഫുള്ളായ ലൈറ്റ് ഹൗസായി, മൈറ്റ് ഹൗസായി ഞാൻ അനുഭവം ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സൂക്ഷ്മദേഹത്തെയും വിട്ട് കേവലം തിളങ്ങുന്ന നിരാകാരാത്മാവായ ഞാൻ നേരെ പരംധാമത്തിലേക്ക് പോകുന്നു. ഞാൻ ശാന്തസ്വരൂപമായ ആത്മാവ്, തിളങ്ങുന്ന പ്രകാശം എൻ്റെ 4 ഭാഗത്തേക്കും ശാന്തിയുടെ കിരണങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നിരാകാര ആത്മാവായ ഞാൻ എൻ്റെ ധാമമായ പരംധാമത്തിൽ, ശാന്തിധാമത്തിൽ സ്വയത്തെ അനുഭവം ചെയ്യുന്നു. നാലു ഭാഗത്തും ഗഹനമായ നിശബ്ദത, പരമമായ ശാന്തി നിറഞ്ഞ ലോകം. ശാന്തിയുടെ അലകൾ നാലു ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ ശാന്തിയുടെ അലകളിൽ, ഈ തരംഗങ്ങളിൽ ഞാൻ ആത്മാ ലയിക്കുകയാണ്. ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ ആത്മാവായ എന്നിൽ ലയിച്ച് ലയിച്ച് ഞാൻ സമ്പൂർണമായും ശാന്തസ്വരൂപമാകുന്നു. മാസ്റ്റർ ശാന്തി സാഗരമാകുന്നു. അനന്തമായ ബ്രഹ്മലോകത്തിൽ എൻ്റെ മുന്നിലിപ്പോൾ ഞാൻ ശാന്തിയുടെ സാഗരമായ മഹാജ്യോതിയായ
പരംപിതാ പരമാത്മാ ശിവബാബയെ കാണുകയാണ്. ബാബയിൽ നിന്ന് വരുന്ന അനന്തമായ കിരണങ്ങൾ ബ്രഹ്മലോകത്തിൽ മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ മുന്നിൽ സർവശക്തിവാനായ ജ്ഞാനസൂര്യനായ ബാബയെ കാണുന്നു. എൻ്റെ ദൃഷ്ടിയിൽ ഇപ്പോൾ ആ ഒരു ബാബ മാത്രമേയുള്ളൂ. ഞാൻ ബാബയിൽ പൂർണ്ണമായും ഏകാഗ്രമാണ്. കാണൂ, ബാബയിൽ നിന്ന് അനന്തമായ ശക്തിയുടെ തരംഗങ്ങൾ, പ്രകാശകിരണങ്ങൾ 4 ഭാഗത്തേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതായി. എൻ്റെ മുന്നിൽ മഹാജ്യോതിയായ ബാബ മാത്രം. എൻ്റെ ബാബ പതീത പാവനനാണ്. പവിത്രതയുടെ സാഗരമാണ്. ദുഃഖഹർത്ത സുഖകർത്താവാണ്. ബാബ സുഖദാതാവാണ്. അനുഭവം ചെയ്യൂ. ബാബയുടെ സമ്പൂർണമായ ശക്തിയും പ്രകാശവും ഇപ്പോൾ ഞാൻ എന്നിൽ നിറയ്ക്കുന്നതായി. ബാബയുടെ ഈ പ്രകാശത്തിൻ്റെ ശക്തമായ തരംഗങ്ങൾ ആത്മാവായ എന്നിൽ ലയിച്ച് എൻ്റെ ജന്മജന്മാന്തരങ്ങളിലെ വികർമ്മങ്ങളുടെ അഴുക്കിനെ ഭസ്മമാക്കുകയാണ്. ഞാൻ ആത്മാ ഇപ്പോൾ സ്വർണം പോലെ പവിത്രമായിരിക്കുന്നു. യാതൊരു കറകളും അഴുക്കുമില്ലാത്ത പവിത്ര സ്വർണമാകുന്നു ഞാൻ. ഞാനിപ്പോൾ പരംധാമത്തിൽ നിന്ന് സാകാര ലോകത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രകാശ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ച് ഈ സൃഷ്ടിയാകുന്ന ഗ്ലോബിന് മുകളിൽ ലൈറ്റ് ഹൗസ് മൈറ്റ് ഹൗസായി നിലകൊള്ളുന്നു. ഇപ്പോൾ ഫരിസ്തയായ എന്നിൽ നിന്ന് ശാന്തിയുടെ കിരണങ്ങൾ 4 ഭാഗത്തേക്കും വ്യാപിക്കുകയാണ്. എനിക്ക് ചുറ്റും ശാന്തിയുടെ പ്രഭാമണ്ഡലം നിറയുന്നു. നിരന്തരം എന്നിൽ നിന്ന് ശാന്തിയുടെ തരംഗങ്ങൾ വിശ്വത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു.
ശാന്തി സാഗരനായ പരമാത്മാവ് പരംധാമത്തിലിരുന്നു കൊണ്ട് ആത്മാവായ എന്നിലേക്ക് സദാ തൻ്റെ ശക്തികളും ഗുണങ്ങളും വർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അനുഭവം ചെയ്യൂ. ഓരോ ആത്മാക്കളിലും പ്രകൃതിയിലും സർവജീവജാലങ്ങളിലും ശാന്തിയുടെ പ്രകാശം നിറഞ്ഞ് ഡീപ്പ് സൈലൻസിൻ്റെ അനുഭവം ചെയ്യുകയാണ്. അഗാധമായ ശാന്തി. ഈ ശാന്തിയിൽ തൻ്റെ എല്ലാ അശാന്തിയും ദുഃഖങ്ങളും വേദനകളും എല്ലാ ആത്മാക്കളും മറക്കുകയാണ്. അളവറ്റ ശാന്തി എവിടെയും തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ പരം പവിത്രാത്മാവാണ്. പവിത്ര ഫരിസ്തയാണ്. യാതൊരു കറകളുമില്ലാത്ത ശുദ്ധമായ സ്വച്ഛമായ പ്രകാശം. എന്നിൽ നിന്നിപ്പോൾ മുഴുവൻ ലോകത്തിലേക്കും പവിത്രതയുടെ ശക്തമായ തരംഗങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. സാകാര ലോകം മുഴുവൻ ഈ ശ്രേഷ്ഠമായ ദിവ്യമായ തരംഗങ്ങൾ കൊണ്ട് നിറയുകയാണ്. ഓരോ ആത്മാവും പവിത്രമാകുന്നു. പ്രകൃതിയും സമ്പൂർണ്ണ പാവനമാക്കുന്നു. പവിത്രതയുടെ പ്രകാശം കൊണ്ട് ഈ ലോകം മുഴുവൻ പ്രകാശിക്കുകയാണ്. പവിത്ര ഫെരിസ്ത ഈ വിശ്വത്തെ മുഴുവനും പാവനമാക്കുന്നു. ഞാൻ ആത്മാ, സ്നേഹസ്വരൂപം, സ്നേഹത്തിൻ്റെ ഫെരിസ്തയായി എൻ്റെ ഓരോ അംഗങ്ങളിലൂടെയും നയനങ്ങളിലൂടെയും മസ്തകത്തിലൂടെയും സ്നേഹത്തിൻ്റെ പ്രകാശം മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ്. സർവാത്മാക്കളും സത്യമായ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവികളാകുന്നു. പ്രകൃതി സർവജീവജാലങ്ങളും സ്നേഹത്തിൻ്റെ ഈ ശക്തിശാലി തരംഗങ്ങളെ അനുഭവം ചെയ്യുകയാണ്. മുഴുവൻ ലോകത്തിലും സ്നേഹത്തിൻ്റെ വൈബ്രേഷൻ നിറയുന്നു. വിശ്വം ഒരു പരിവാരമായി മാറുകയാണ്. സർവരുടെയും മനസ്സിൽ
സത്യമായ ആത്മീയ സ്നേഹം ജാഗൃതമാകുന്നു. ഫരിസ്തയായ എന്നിൽ നിന്ന് ശക്തിയുടെയും സുഖത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പരമാനന്ദത്തിൻ്റെയും കിരണങ്ങൾ നിരന്തരം ഈ ലോകത്തിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സമ്പൂർണ്ണ ഫരിസ്തയാണ്. പരമാത്മാവിൻ്റെ അതിപ്രിയ സന്താനമാണ്. ബാബയുടെ ഈ കർത്തവ്യം ചെയ്യാൻ വിശേഷ ആത്മാക്കൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ ഭഗവാനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശേഷാത്മാവാണ്. ഇപ്പോൾ ബാപ്ദാദ ഫരിസ്തയായ എൻ്റെ അടുക്കലേക്ക് വരികയാണ്. തൻ്റെ വരദാനി ഹസ്തങ്ങൾ വീണ്ടും എൻ്റെ ശിരസ്സിൽ വയ്ക്കുന്നു. ബാബ എനിക്ക് അത്രയും ആശീർവാദങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബാബയുടെ ശ്രീമത്ത് പ്രകാരം വിശ്വസേവനം ചെയ്യുന്നതിലൂടെ ബാബ എന്നിൽ വളരെയധികം സന്തുഷ്ടമാകുന്നു. ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ബാബയുടെയും അനേകമനേകം ആത്മാക്കളുടെയും ആശീർവാദങ്ങൾ വരുന്നതായി ഞാൻ അനുഭവം ചെയ്യുന്നു. ഈ ആശീർവാദങ്ങൾ എന്നെ വളരെ വളരെ ലൈറ്റാക്കുകയാണ്, ഭാരരഹിതമാക്കുകയാണ്. എന്നിൽ നിന്ന് സദാ സർവരെ പ്രതിയും ശുഭഭാവനയും ശുഭകാമനയും ഉൽപ്പന്നമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ശ്രേഷ്ഠാത്മാവ്, പരമാത്മാവിൻ്റെ സന്താനം, തീർത്തും ഭാരരഹിതമായി ഇപ്പോൾ വീണ്ടും വിശ്വസേവനത്തിനായി പുറപ്പെടുന്നു. ബാപ്ദാദയോടൊപ്പം ഞാൻ ഈ വിശ്വത്തിലെ ഓരോരോ നഗരങ്ങളുടെ മുകളിലും എത്തി നിൽക്കുകയാണ്. ഇതുവരെയും ബാബയെ തിരിച്ചറിയാത്ത അനേകം ആത്മാക്കൾ ബാബയെ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഈ ആത്മാക്കളെ ഞാൻ കാണുന്നു. ദേവകുലത്തിലെ
മഹാനാത്മാക്കളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഫരിസ്തയായ ഞാൻ ഈശ്വരൻ്റെ സന്ദേശം ഓരോ ആത്മാക്കളുടെയും കാതുകളിൽ എത്തിക്കുന്നു. അല്ലയോ ആത്മാക്കളെ, സ്വയം പരമാത്മാവ്, പരംപിതാവ് ഈ സൃഷ്ടിയിൽ അവതരിച്ചു കഴിഞ്ഞു. ബ്രഹ്മാമുഖത്തിലൂടെ പരമാത്മാവ് തൻ്റെ സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലയോ ആത്മാക്കളെ, അജ്ഞാന നിദ്രയിൽ നിന്ന് എഴുന്നേൽക്കൂ, ഉണരൂ, തൻ്റെ ഭാഗ്യത്തെ ഉണ്ടാക്കൂ. ബാബയിൽ നിന്ന് പരിധിയില്ലാത്ത, അളവില്ലാത്ത സമ്പത്ത് നേടൂ. 4 ഭാഗത്തും എല്ലാ നഗരങ്ങളിലും ഫരിസ്തയായ എൻ്റെ ഈ ശബ്ദം മുഴങ്ങുകയാണ്. കുംഭകർണന്മാരെ പോലെ അജ്ഞാനനിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മാക്കൾ ഈ സന്ദേശം കേട്ട് ഉണരുകയാണ്. ഉണർന്നെഴുന്നേൽക്കുന്ന ആത്മാക്കൾ തങ്ങൾക്ക് ലഭിച്ച ശാന്തിയുടെ, സ്നേഹത്തിൻ്റെ, പവിത്രതയുടെ, ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ ഉറവിടത്തെ അന്വേഷിക്കുകയാണ്. കാണൂ, ലൈറ്റ് ഹൗസ് പോലെ ജ്വലിച്ചു നിൽക്കുന്ന ബാബയുടെ ഓരോ സേവാ കേന്ദ്രങ്ങളും, ബാബയുടെ സൽപുത്രന്മാരിരിക്കുന്ന ഓരോ സ്ഥാനവും അന്വേഷിച്ചു വരുന്ന ആത്മാക്കൾ ബാബയുടെ ഓരോ സ്ഥാനത്തിൻ്റെയും വൈബ്രേഷൻ തിരിച്ചറിയുകയാണ്. അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പവിത്രതയുടെ സുഗന്ധത്തെ അനുഭവം ചെയ്യുന്നു. 4 ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന ശാന്തിയുടെ കിരണങ്ങളുടെ അനുഭൂതി ചെയ്യുന്നു. ഓരോ ചൂട് വയ്ക്കുന്തോറും സത്യമായ ആത്മീയ സ്നേഹത്തിൻ്റെ അനുഭവം ചെയ്യുന്നു. ഈ അന്തരീക്ഷം ആത്മാക്കളെ ശക്തിശാലിയാക്കുന്നു. ശുഭമായ ചിന്തകൾ മാത്രം രചിക്കപ്പെടുന്നു. മനസ്സ് ഭാരരഹിതമാകുന്നു. സത്യമായ ഈശ്വരീയ ജ്ഞാനം ഓരോ ആത്മാക്കളും എടുക്കുകയാണ്. അതിലൂടെ തൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠവും ധന്യവുമാക്കുന്നു. ഞാൻ ഫരിസ്ത ഈശ്വരീയ സന്ദേശം
ലോകം മുഴുവൻ എത്തിച്ചതിന് ശേഷം തിരിച്ച് എൻ്റെ സാകാര ശരീരത്തിലേക്ക് വരുന്നു. ഭ്രൂമധ്യത്തിൽ ഞാൻ പ്രവേശിക്കുകയാണ്. ശരീരത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായ ശക്തിയാണ് ഞാൻ. പരമാത്മാ സാക്ഷിയാണെൻ്റെ. ആത്മാവായ എന്നിൽ നിന്ന് 7 ഗുണങ്ങളുടെ ശക്തികളുടെ കിരണങ്ങൾ എൻ്റെ ശരീരത്തിലേക്ക് മുഴുവൻ വ്യാപിക്കുകയാണ്. എൻ്റെ ശരീരത്തിലെ ഓരോ അംഗങ്ങളും എല്ലാ ഇന്ദ്രിയങ്ങളും ശാന്തമാകുന്നു, ശീതളമാകുന്നു, പവിത്രമാകുന്നു, ശക്തമാകുന്നു. പരമാത്മാ ശക്തിയിലൂടെ എൻ്റെ ശരീരത്തെ ആരോഗ്യശാലിയാക്കി ഞാൻ ബാബ പറയുന്ന ഓരോ പുരുഷാർത്ഥവും ഇതിനുള്ളിലിരുന്ന് വളരെ കൃത്യമായി, വളരെ സന്തോഷത്തിൽ, ഒട്ടും ഭാഗപ്പിഴകൾ സംഭവിക്കാതെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഈശ്വരീയ സേവനം ചെയ്യാൻ വേണ്ടി ബാബ തന്നിരിക്കുന്ന ഗിഫ്റ്റാണ് എൻ്റെ ഈ അന്തിമ ശരീരം. പരമാത്മാ കിരണങ്ങൾ ഈ ശരീരത്തെയും ഒപ്പം തന്നെ ഞാനിരിക്കുന്ന സ്ഥാനത്തെയും എൻ്റെ സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന ആത്മാക്കളെയും ശക്തിയുടെ കിരണങ്ങളാൽ, ശാന്തിയുടെ തരംഗങ്ങളാൽ, സ്നേഹത്തിൻ്റെ പ്രകാശത്താൽ നിറയ്ക്കുകയാണ്. ഇതിലൂടെ എൻ്റെ ഈശ്വരീയ ജീവിതം നിർവിഘ്നമായി, സന്തുഷ്ടമായി, പരമാനന്ദത്തിൻ്റെ അനുഭവം ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കുകയാണ്. ബാബയുടെ ആശീർവാദമെടുക്കുന്ന ഞാൻ സർവാത്മാക്കളുടെയും ആശീർവാദത്തിന് പാത്രമാണ്. ഞാൻ പദമാപദം ഭാഗ്യശാലി ശ്രേഷ്ഠാത്മാവാണ്, മഹാനാത്മാവാണ്, വിശേഷാത്മാവാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. മാസ്റ്റർ ജ്ഞാനസൂര്യനാണ്, ശിവശക്തിയാണ്, വിജയീരത്നമാണ്, വിശ്വമംഗളകാരിയാണ്. ഓം ശാന്തി.
तब आँखों में समाया